ഇപ്പം നമ്മൾ ജിമ്മിൽ പോയില്ല എന്ന് വിചാരിക്കുക, പോകാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആള് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? അതായത് ജിമ്മിൽ പോകുന്ന ആൾക്കാർ മാത്രം പ്രോട്ടീൻ പൗഡർ എടുത്താൽ മതി? അല്ല, ദോഷമില്ല. ഇല്ല ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ പൗഡർ ആക്ച്വലി നമുക്കൊരു വിചാരമുണ്ട് മസിലിന് വേണ്ടി മാത്രമാണ് പ്രോട്ടീൻ പൗഡർ എന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ, കുട്ടികൾ, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞുള്ളവർ, സർജറി കഴിഞ്ഞുള്ളവർക്കൊക്കെ എന്തായാലും റിക്വയർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇപ്പം നമ്മൾ ചിക്കൻ കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒന്നില്ലെങ്കിൽ ടീത്തിൻ്റെ ഇഷ്യൂ, അവർക്ക് അത് ഇഷ്ടമില്ലായിക, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അവർ കഴിക്കില്ല. സെയിം ഇൻ ദ കേസ് പ്രഗ്നൻസിയും കുട്ടികളും. നമ്മൾ പറയാമെന്നല്ലേ ഉള്ളൂ എഗ്ഗ് കഴിക്കുക, അവർ കഴിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് പക്ഷേ ഈ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രോട്ടീൻ പൗഡറാണ് ഏറ്റവും ബെസ്റ്റ് സോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ കിട്ടിയാൽ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ട്, ഹീലിംഗ് ഉണ്ട്, കംപ്ലീറ്റ് റിക്വയർമെൻറ്റ് നടക്കും. പക്ഷേ എല്ലാവരും എന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോട്ടീൻ കൊടുക്കണ്ട എന്നുള്ള കൺസെപ്റ്റാണ്. അങ്ങനെയല്ല. നമ്മൾ നിങ്ങളുടെ ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഡയറ്റീഷ്യൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് കഴിക്കാം. ആ എമൗണ്ട് അവർ സജസ്റ്റ് ചെയ്ത് തരും. ഒരാൾ ഇത്ര എമൗണ്ട് കഴിക്കണം എന്നുണ്ട്, ആ എമൗണ്ടിൽ എടുക്കുന്നത് നല്ലതാണ്.